എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. നമുക്കറിയുന്ന ഒരു അഡൾട്ട് അല്ലെങ്കിൽ ഒരു 4-5 വയസ്സുള്ള കുട്ടി തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട്, അതൊരു ഭക്ഷണ സാധനമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, കുടുങ്ങി ശ്വാസം കിട്ടാതെ ഇത്തരത്തിൽ ഇങ്ങനെ തൊണ്ട പിടിച്ചിട്ട് വെപ്രാളം കാണിക്കുന്ന ഒരു അവസ്ഥയിൽ എന്താണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഇതിനു മുന്നേ ഇൻഫൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു അഡൾട്ട്. സാധാരണ രീതിയിൽ എവിടെയായിരിക്കും ഇത് സംഭവിക്കുക? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ, നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പെട്ടെന്നായിരിക്കാം തൊണ്ട ഇങ്ങനെ പിടിച്ച് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി സംസാരിക്കാൻ വയ്യാതെ, ചുമയ്ക്കാൻ വയ്യാതെ ഇങ്ങനെ കണ്ണൊക്കെ തുറച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ തൊണ്ടയിൽ കുടുങ്ങിയതാണ്. ഇതേ അവസ്ഥ തന്നെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉള്ള ഒരു കുട്ടിക്കും വരാം. ഒരു 1-1.5 വയസ്സിൽ മുകളിലുള്ള, നമ്മൾ ഇൻഫൻറ്റിൻ്റെയാണ് മുമ്പ് കണ്ടത്. ഇത് ഇൻഫൻറ്റ് അല്ല, ചിൽഡ്രൻ എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ്. അപ് ടു നമുക്കൊരു 10-12 വയസ്സ് വരെ ആ ഒരു കുട്ടികളിലും ഇതേ അവസ്ഥ തന്നെ നമുക്ക് കണ്ടേക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഇവർ രണ്ടുപേരിലും നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ രണ്ട് സിറ്റുവേഷനും ഒരുമിച്ച് പറയുന്നത്. നോക്കൂ, അപ്പോൾ ഇതാണ് ആ മനുഷ്യൻ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത് എന്തോ തൊണ്ടയിൽ കുടുങ്ങിയിട്ട്, അത് ഭക്ഷണ സാധനം തന്നെ ആവണമെന്നില്ല, എന്തോ തൊണ്ടയിൽ കുടുങ്ങി ഇത്തരത്തിൽ സാധാരണ ഉള്ള ഒരു യൂണിവേഴ്സൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കുട്ടിയായാലും വലിയ ആളായാലും നമ്മൾ ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, ചുമയ്ക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യുക? പെട്ടെന്ന് നമ്മൾ തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കും, അല്ലേ? നമ്മുടെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളുകളോട് പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇതാണ് സത്യത്തിൽ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ. അത് കുട്ടിയായാലും ശരി, അഡൾട്ട് ആണെങ്കിലും ശരി. ഇങ്ങനെ കാണുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻ്റർവീൻ ചെയ്യേണ്ടത്. ആദ്യമേ പറയട്ടെ, കോൺഷ്യസ് ആയിട്ടുള്ള ആളിലും കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടിയിലുമാണ്. ആള് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയിട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ CPR ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് കോൺഷ്യസ് ആയിട്ട് ചുമയ്ക്കാൻ വയ്യാത്ത, സംസാരിക്കാൻ വയ്യാത്ത ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ. ഇപ്പോൾ ചുമയ്ക്കുന്നുണ്ട് എന്ന് വെക്കാം, കുട്ടിയോ ആ അഡൾട്ടോ ചുമയ്ക്കുന്നുണ്ടെങ്കിൽ അവരെ ചുമയ്ക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നന്നായിട്ട് ചുമയ്ക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ആ വസ്തു ചിലപ്പോൾ പുറത്തേക്ക് വന്നേക്കാം. ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് ഇതൊന്നും പറ്റാത്ത ഒരാളിലാണ്. അപ്പോൾ ഇതാണ് ആളെന്ന് വെക്കുക. നമ്മൾ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ, ഇതിപ്പോൾ ഒരു അഡൾട്ടാണ്, മുതിർന്ന ആളാണ്, 18 വയസ്സിൽ മുകളിലുള്ള ഒരാളെയാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ നേരെ പിറകിൽ പോയി നിൽക്കുക. ഇപ്പം അദ്ദേഹത്തിൻ്റെ പുറകിലാണ് ഞാൻ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആദ്യം തന്നെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ബെല്ലി ബട്ടൺ, നമ്മുടെ പൊക്കിൾ എന്ന് പറയുന്ന നേവൽ ബെല്ലി ബട്ടൺ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. അവിടെ ആദ്യമേ പറയാം, 5 അബ്ഡോമിനൽ ത്രസ്റ്റും 5 ബാക്ക് സ്ലാപ്പുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ എങ്ങനെയാണ് അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ബെല്ലി ബട്ടൺ നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് നമ്മുടെ, ഇപ്പം നിങ്ങൾ വലത് കൈ ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കൈ ഇത്തരത്തിൽ മുഷ്ടി ചുരുട്ടി ഈ പറയുന്ന ബെല്ലി ബട്ടൻ്റെ നേരെ മുകളിലായി വെക്കുക. നിങ്ങളുടെ ഇടതി കൈ കൊണ്ട് ഇത്തരത്തിൽ പിടിക്കുക. അപ്പം നമുക്ക് നല്ലൊരു ഫിസ്റ്റ് നമുക്കവിടെ കിട്ടും. ഇവിടെ വെച്ച് ഇനിയാണ് നമ്മൾ 5 അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവേർഡ് ആൻഡ് അപ്വേർഡ്. കാര്യം ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരിക്കലും നമ്മൾ പുറകിലോട്ട് ഇങ്ങനെ കൊടുക്കരുത്. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മുകളിലേക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ അബ്ഡോമിനൽ ത്രസ്റ്റിന്റെ പ്രഷറിൽ ആ വസ്തു, തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തു പുറത്തേക്ക് തെറിച്ചു പോകണം. ആ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതുകൊണ്ട് തന്നെ ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ഇത്തരത്തിൽ പിടിച്ച് പുറകിൽ നിന്ന് ഇങ്ങനെ ചുറ്റി പിടിക്കുക. എന്നിട്ട് അത് ഒന്ന് മുന്നോട്ട് ആഞ്ഞ് 1 2 3 4 5. ഞാൻ കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷൻ ശ്രദ്ധിക്കണം. ഇൻവേർഡ് ആൻഡ് അപ്വേർഡ്. 1 2 3 4 5. ഇങ്ങനെ കൊടുത്തതിന് ശേഷം 2 ഷോൾഡർ ബ്ലേഡ്, നമ്മുടെ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പിൻഭാഗത്ത് ഈ 2 എല്ലുകളാണ്. അതിൻ്റെ ഒത്ത നടുവിലായിട്ട് അടുത്തതായിട്ട് 5 ബാക്ക് സ്ലാപ്പ്. അത് കൊടുക്കേണ്ടത് നമ്മുടെ റൈറ്റ് പാം കൊണ്ടാണ്. അദ്ദേഹത്തിന് മുന്നോട്ട് ആഞ്ഞു നിർത്തി 1 2 3 4 5. അതും ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, മുന്നോട്ടാണ്. നമ്മളിങ്ങനെ അടിക്കുന്ന പോലെയല്ല, മുന്നോട്ട് അത്തരത്തിൽ 1 2 3 4 5 ഇത്തരത്തിൽ. അത് ഒന്നുകൂടി ഇങ്ങനെ കാണിച്ചെന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണുമെന്ന് തോന്നുന്നു. ഒന്ന് മുന്നോട്ട് ആഞ്ഞു നിർത്തി ഇത്തരത്തിൽ 2 ഷോൾഡർ ബ്ലേഡുകൾക്ക് ഇടയിലായിട്ട് 1 2 3 4 5 5 ബാക്ക് സ്ലാപ്പ്. എഗെയിൻ നമ്മൾ അബ്ഡോമിനൽ ത്രസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. 1 2 3 4 5. എഗെയിൻ ബാക്ക് സ്ലാപ്പ് 1 2 3 4 5. ഇത് ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എത്ര വരെ? ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് എന്താണോ ഭക്ഷണം കുടുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വസ്തുവാണെങ്കിലും അത് തെറിച്ചു പോകണം, അല്ലെങ്കിൽ അദ്ദേഹം അൺകോൺഷ്യസ് ആവണം, അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടണം. ബോധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ CPR, അദ്ദേഹത്തെ
കിടത്തുക. നമുക്കറിയാം CPR, ഓക്കെ, ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങും കൊടുത്ത്. അത് നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ എങ്ങനെയാണ് അഡൾട്ടിൽ CPR കൊടുക്കുക എന്നുള്ള വീഡിയോ കാണുക. അഡൾട്ട് ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കുക, റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക. അപ്പോൾ അൺകോൺഷ്യസ് ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതാണ്. അതർവൈസ് നമ്മൾ ചെയ്ത ആ ഒരു ടെക്നിക്ക് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ വായിൽ നിന്ന് ആ വസ്തു തെറിച്ചു പോകും. അപ്പോൾ ഇതാണ് ചോക്കിംഗ്. നമ്മൾ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി ഒരു അഡൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. ഇനി കുട്ടിയാണെന്ന് വെക്കുക, ഒരു 4-5 വയസ്സുള്ള കുട്ടി. അപ്പോൾ കുട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്, 11 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കുട്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ആ കുട്ടിയുടെ ഉയരത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം ഉയരമുള്ള ഒരു കുട്ടിയാണ്, അഡൾട്ട് പോലെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാം, പിന്നിൽ പോയി നിന്ന് ചെയ്യാം. അല്ല കുഞ്ഞി കുട്ടിയാണ് വെക്കുക. ഓക്കെ, അപ്പം ഞാനൊന്ന് ഇവിടെ ഇരുന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇപ്പോൾ ഒരു കുഞ്ഞി കുട്ടിയാണ്, ഒരു 3 വയസ്സുള്ള കുട്ടിയാണ് വെക്കുക. 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുഞ്ഞി കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇരുന്നാലുള്ള ഹൈറ്റാണ് ആ കുട്ടിക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഇരിക്കണം. ഇരുന്നതിന് ശേഷം കുഞ്ഞിനെ ഇത്തരത്തിൽ പിടിക്കുക. ഇപ്പോൾ എനിക്ക് ഇയാൾ വളരെ ചെറുതാണ്, അപ്പോൾ മേ ബി ഇതാണെങ്കിലും ചിലപ്പോൾ ഇത്ര ഹൈറ്റുള്ള ഒരു കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ പിടിച്ചിട്ടാണ് ഈ 5 അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുക, 5 ബാക്ക് സ്ലാപ്പ് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഇരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരാം. നല്ല ഹൈറ്റുള്ള കുട്ടിയാണ്, 10-12 വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡൾട്ടിനെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ പുറകിൽ നിന്ന് കൈവച്ച് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുട്ടികളിൽ, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുമ്പോഴും ബാക്ക് സ്ലാപ്പ് കൊടുക്കുമ്പോഴും ആ ഒരു പ്രഷർ കുട്ടിക്ക് കൃത്യമായിട്ട് ഇതാ ഇവിടെ മനസ്സിലായല്ലോ, നമ്മുടെ ആ ബെല്ലി ബട്ടൻ്റെ അവിടെ 1, 2, 3 ഈ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് ഇൻവേർഡ് അപ്വേർഡ്. അപ്പോഴാണ് നമുക്ക് നിങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ വയറിലൊന്ന് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയും, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷർ വന്ന് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോവും നമുക്ക്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ വായിലുണ്ടെങ്കിൽ അത് തൊണ്ടയിലുണ്ടെങ്കിൽ പോവും. ഒരിക്കൽ കൂടി ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇത് ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ വായ ശ്രദ്ധിക്കണം. വായയുടെ ഉള്ളിൽ ആ വസ്തു കാണുന്നുണ്ടോ? ഒരിക്കലും, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വായയുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്കൊന്നും കാണാനില്ല, വെറുതെ നമ്മൾ കൈയിട്ടിങ്ങനെ ഇളക്കരുത്. അതിന് ബ്ലൈൻഡ് സ്വീപ്പ് എന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ ചെയ്തത് വെച്ചിട്ട് അതിങ്ങനെ പുറത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിൽ കൈയിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ഉള്ളിലേക്ക് പോകും. അപ്പോൾ വായ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം ഈ വസ്തു അവിടെ കാണുന്നുണ്ടോ എന്നുള്ളത്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് എടുക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അതിന് ശ്രമിക്കരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക. അത് കൂടുതൽ പുറത്തേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബ്ലൈൻഡ് സ്വീപ്പ് ഒരിക്കലും വായിലിട്ടിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വായിൽ വിരലിട്ട് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് അഡൾട്ടിൻ്റെയും ചിൽഡ്രൻ്റെയും ഏറ്റവും 2025 AHA ഗൈഡ് ലൈൻസ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ ഇത് മാക്സിമം പേരിലേക്ക് എത്തിക്കുക. ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പാനിക് ആവരുത്. ഈ ഒരു മെത്തേഡ് നമ്മുടെ മനസ്സിൽ വേണം. ഉടൻ തന്നെ അത് ചെയ്യുക. താങ്ക് യു.